സഭയിൽ ദുർബല വ്യക്തികൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്നും അവർക്കെതിരായ അതിക്രമങ്ങളും ലൈംഗിക പീഡനങ്ങളും തടയണമെന്നും കാണിച്ച് അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി 3 വർഷം മുൻപ് പുറത്തിറക്കിയ മാർഗരേഖയുടെയും 2012 പോക്സോ ആക്ടിന്റെയും ചുവട് പിടിച്ചാണ് KCBCയും മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. 2018 ജൂണിലാണ് പബ്ലിഷിംഗ് തീയതി നൽകിയിരിക്കുന്നതെങ്കിലും ഫെബ്രുവരി ആദ്യവാരത്തിലാണ് ഇത് വെളിച്ചം കാണുന്നത്. ജൂണിൽ ബിഷപ്പ് ഫ്രാങ്കോ പ്രതിയായ ബലാത്സംഗ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതോടെ KCBCയുടെ മാർഗരേഖ പൂഴ്ത്തിയതാണെന്നും വിമർശനമുയരുന്നുണ്ട്. ഫ്രാങ്കോയ്ക്കെതിരായ കേസിൽ വിവിധ ക്രിസ്ത്യൻ സംഘടനകൾ സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്തത് CBCI ഇറക്കിയ മാർഗരേഖ ചൂണ്ടിക്കാട്ടിയായിരുന്നു. 5000-ഓളം കോപ്പികൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തുവെന്ന് അവകാശപ്പെടുമ്പോഴും ഈ മാർഗരേഖയെക്കുറിച്ച് ഭൂരിഭാഗം വൈദികർക്കും അറിവില്ല. കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കും എതിരായ ലൈംഗിക ചൂഷണങ്ങളും ലൈംഗിക പീഡനങ്ങളും ഹീനമായ കുറ്റകൃത്യങ്ങളും കടുത്ത പാവവുമാണെന്ന് മാർഗരേഖയുടെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്നു. ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ പ്രതികളാകുന്ന പീഡന കേസുകൾ കത്തോലിക്ക സഭയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാക്കുമ്പോൾ ജോലി സ്ഥലങ്ങളിലെയും കുട്ടികൾക്ക് നേരെയുള്ള പീഡന കേസുകളിൽ വത്തിക്കാൻ നിർദ്ദേശപ്രകാരം കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിലെമ്പാടുമുള്ള ഓരോ കോൺഫിഗറേഷനിലെയും തലവന്മാർക്ക് മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗൈഡ് വിതരണം ചെയ്തിരുന്നു. എന്നാൽ ഈ ഗൈഡിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്നതിൽ വൈദികരും ബിഷപ്പുമാരും ഉൾപ്പെടെയുള്ളവരും പരാജയപ്പെടുന്നതാണ് കേരളത്തിലെ സഭയിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള പീഡനങ്ങളെന്നാണ് CBCI വിലയിരുത്തൽ. മാർഗരേഖകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ: എല്ലാ സഭാപ്രതിനിധികളും സിവിൽ നിയമങ്ങളും കാനൻ നിയമങ്ങളും ഒരുപോലെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. കുട്ടികൾക്കും ദുർബല വിഭാഗങ്ങൾക്കുമെതിരായ എല്ലാ തരത്തിലുമുള്ള ലൈംഗിക പീഡനങ്ങളും ചൂഷണങ്ങളും തടയുന്നതിനുള്ള സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കണം. കുട്ടികളുടെയോ മുതിർന്നവരുടെയോ മുന്നിൽ വെച്ച് വൈദികരും മറ്റ് സഭാപ്രതിനിധികളും ലൈംഗികത സ്പഷ്ടമാകുന്ന വിധത്തിലുള്ളതോ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതോ ആയ വസ്തുക്കളോ പ്രദർശിപ്പിക്കാൻ പാടില്ല. ലൈംഗികത സ്പഷ്ടമാക്കുന്ന മാഗസിനുകൾ, ചിത്രങ്ങൾ, വീഡിയോ, വെബ് ചാറ്റ്, ഫിലിം റെക്കോർഡിംഗ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ വീഡിയോ ഗെയിമുകൾ, പ്രിന്റഡ് മെറ്റീരിയൽ തുടങ്ങിയവയൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല. ലൈംഗിക ചുവയുള്ള തമാശകളിലോ സംഭാഷണങ്ങളിലോ വൈദികർ ഉൾപ്പെടാനോ പ്രോത്സാഹിപ്പിക്കാനോ പാടില്ല. കുട്ടികളുമായി അടുത്തിടപഴകുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. ശാരീരികമായി സ്പർശിക്കുന്നത് കർശനമായി നിയന്ത്രിക്കണം. അനുചിതമായി കുട്ടികളെ സ്പർശിക്കുന്നില്ലെന്ന് വൈദികർ ഉറപ്പാക്കണം. കുട്ടികളും സ്ത്രീകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിലും വൈദികർ ഏറെ ജാഗ്രത പാലിക്കണം. വൈദികരുടെ താമസയിടങ്ങളിൽ കുട്ടികൾ തങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ രക്ഷിതാക്കളോ അവർ നിർദ്ദേശിക്കുന്ന മുതിർന്നവരോ ഒപ്പമുണ്ടാകണം. കുട്ടികളെ ഒരു കാരണവശാലും വൈദികരുടെ സ്വകാര്യ ഇടങ്ങളിൽ പ്രവേശിപ്പിക്കരുത്. പ്രായപൂർത്തിയാകാത്ത ആളുകളായി ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കണം. വസ്ത്രമില്ലാത്ത നിലയിലുള്ള അവരുടെ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ല. പ്രായപൂർത്തിയാകാത്തയാൾ മറ്റാരെങ്കിലും നിന്ന് ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നറിയുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഉചിതമായ ഇടപെടൽ നടത്തുകയും ഇരയ്ക്ക് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുകയും വേണം. ലൈംഗിക ചൂഷണങ്ങൾ നടന്നുവെന്ന വിവരം കിട്ടിയാൽ അക്കാര്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും സർക്കാർ അധികൃതർ നടത്തുന്ന അന്വേഷണവുമായി സഹകരിക്കുകയും വേണം. എന്നിങ്ങനെ പോകുന്നു മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ. കത്തോലിക്ക പുരോഹിത ഭവനങ്ങൾ, ദേവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതപരമായ സ്ഥാപനങ്ങൾ, സഭയുടെ കീഴിലുള്ള മന്ദിരങ്ങൾ, സഭാ സംഘടനകൾ എന്നിവയിൽ എല്ലാ മാർഗരേഖ ബാധകമാണെന്ന് KCBC വ്യക്തമാക്കുന്നു. 2015 ഒക്ടോബർ 1 CBCI ഇറക്കിയ മാർഗരേഖയുടെയും 2012 പോക്സോ ആക്ടിന്റെയും വിശദാംശങ്ങളും KCBC ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.